ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ. ഒരു ലിവിങ് ഓർഗാനിസത്തിന് അതിൻ്റെ ജനറേഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിന് റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. സോ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ്സ്. ഇവിടെ മെയിനായിട്ട് ലിവിങ് ഓർഗാനിസത്തിന് യങ് വൺസിന് ഗിവ് ബർത്ത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു റീപ്രൊഡക്ഷൻ നടന്നാലേ ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിന് അടുത്ത ജനറേഷൻ ഉണ്ടാവാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ കംപ്ലീറ്റ്ലി വംശനാശം അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ അവിടെ നടക്കും. സോ ഇവിടെ മെയിൻലി റീപ്രൊഡക്ഷനിൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ 2 പിക്ചർ കാണുന്നുണ്ട്. ഈ ഒരു പിക്ചറിൽ ഫസ്റ്റ് ഒരു സീഡിൽ നിന്നും ഒരു വിത്തിൽ നിന്നും പ്ലാന്റ് ഗ്രോ ചെയ്യുന്ന ഒരു പിക്ചർ. ഈ ഒരു പിക്ചറിൽ ഇതിൻ്റെ ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്ടായിട്ടുള്ള ലീഫ്, ഈ ഇലയിൽ നിന്നും ചെടി എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യാണ്. സോ ഈ 2 പിക്ചറും സെയിം ആയിട്ടുള്ള വേ ഓഫ് മെത്തേഡിലാണോ? ഒരിക്കലും അല്ല. കാരണം ഇവിടെ സീഡിൽ നിന്നും ചെടി ഗ്രോ ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ബട്ട് ഈ കേസിൽ ഈ ലീഫിൽ നിന്നും പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത് ഇതിൻ്റെ ആക്ച്വലി വെജിറ്റേറ്റീവ് പാർട്ടാണ്. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമാണ് ഇത് സംഭവിക്കുന്നത്. രണ്ടിലും പ്രോസസ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യം സെയിം ആണ്. പക്ഷെ ഇത് ഈ റീപ്രൊഡക്ഷനിൽ നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, 2 തരത്തിൽ. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു സിംഗിൾ പാരൻ്റേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഒക്കർ ചെയ്യുന്നുള്ളൂ, ടേക്ക് പാർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഇൻ ദ കേസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ട് പാരന്റ് ദാറ്റ് ഇസ് മെയിൽ ആൻഡ് ഫീമെയിൽ പാരന്റ് ഇൻവോൾവ് ആവുന്നുണ്ട്, ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നുണ്ട്. ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. ആൻഡ് ഓൾസോ ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഈ സിംഗിൾ പാരന്റ് ആയതുകൊണ്ട് തന്നെ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. ഒരൊറ്റ പാരന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പാരന്റ് ഉള്ളത് കൊണ്ട് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ പാരന്റിന്റെ അവരുടെ ഗാമേറ്റ്സിന്റെ ഒരു ഫ്യൂഷൻ അവിടെ നടക്കണം. അതായത് അവരുടെ ഒരു യൂണിയൻ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാവണം. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ്ലി ബൈനറി ഫിഷൻ. ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസത്തിൽ മെയിൻലി നടക്കുന്നത് ബൈനറി ഫിഷൻ ആണ്. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ, 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്, 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള ഈ ഒരു ബാക്ടീരിയൽ സെൽ ഇവിടെ നടക്കുന്നത് ഇതിന്റെ സെന്ററിലുള്ള ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഉള്ളത്. സോ ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഫസ്റ്റ്ലി ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇവിടെ കണ്ടോ, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യാൻ, അതായത് DNA ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ പിന്നെ അടുത്ത സ്റ്റേജിൽ എന്തായി സംഭവിക്കുന്നത്, അതിന് ചുറ്റുമുള്ള സൈറ്റോപ്ലാസം എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇവിടെ ഒരു ഗ്രൂവ് പോലെ ഫോം ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ സെൽ വാള് ഉള്ളോട്ടേക്ക് ഇൻവേർഡിലേക്ക് ഒരു ഗ്രൂവ് ആയിട്ട് ഫോം ചെയ്യാൻ തുടങ്ങി. ദെൻ ലേറ്റർലി ഈ 2 ഭാഗത്തിലും എന്താണ് സംഭവിക്കുന്നത്, 2 സെല്ലായിട്ട്, 2 ഇൻഡിപെൻഡന്റ് സെല്ലായിട്ട് മാറി. അതായത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നും ഡിവൈഡ് ചെയ്തിട്ട് 2 സെൽ, ബൈനറി, അതായത് 2 സെല്ലായിട്ട് മാറി. ഇതാണ് ബൈനറി ഫിഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എക്സിസ്റ്റിംഗ് സെല്ലായിട്ടുള്ള ഒരു സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ല് ഫോം ചെയ്തു. ഇതാണ് ബൈനറി ഫിഷൻ. ഇനി അടുത്തത് സ്പോർ ഫോർമേഷൻ. സ്പോർ എന്ന് പറയുന്നത് ഈ ഫംഗസിലൊക്കെ നമുക്ക് കാണാം ചെറിയ 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 മൈന്യൂട്ട് ആയിട്ടുള്ള പൊടി ആയിട്ടുള്ള സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ കാണാം. സോ ഇതൊരു ഫംഗൽ ബോഡിയാണ്. ഇതിന് ചുറ്റും കണ്ടോ സ്പോർസ്. സോ ഈ ഒരു സ്പോർസ് മെയിൻലി അൺഫേവറബിൾ കണ്ടീഷനിൽ, അതായത് ഫേവറബിൾ കണ്ടീഷൻ മീൻസ് നല്ല ഹെക്റ്റിക് ആയിട്ടുള്ള റെയിനോ അല്ലെങ്കിൽ ഭയങ്കര കഠിനമായിട്ടുള്ള ചൂടോ, അതാണ് അൺഫേവറബിൾ കണ്ടീഷനിൽ. സോ ഈ ഒരു സ്പോറിന് അൺഫേവറബിൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും പഴയ ഫുഡൊക്കെ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ എന്ത് ഫംഗസ് വരും എന്ന് പറയും അല്ലേ. അതിന് ചുറ്റും ബ്ലാക്ക് ആയിട്ടുള്ള മോൾസ് കാണാം, അല്ലെങ്കിൽ വൈറ്റ് മോൾസ് കാണാം. ഫംഗലിന്റെ മൈസീലിയം, അതായത് ഫംഗൽ ബോഡീസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ആ ഫംഗസ് പോവില്ല എന്ന് പറയും. കാരണം എന്താ, അതിന്
അൺഫേവറബിൾ കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതായത് അവിടെ സർവൈവ് ചെയ്യാൻ അതിന് പറ്റും, ഈ ഒരു ഫംഗസ് അല്ലെങ്കിൽ ഈ ഒരു സ്പോറിന്. അതിന് ചിലപ്പം തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് അത്രയും എന്താ പറയുക ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുള്ളൂ, കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഫംഗൽ ബോഡി ഡെഡ് ആവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അൺഫേവറബിൾ കണ്ടീഷനിൽ ഈ ഒരു സ്പോസിന് വിത്ത്സ്റ്റാൻഡ് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്, ഈ ഒരു ഫംഗൽ ബോഡിയിൽ ഉണ്ടാവുന്ന ഈ സ്പോസിനുണ്ട്. പക്ഷേ ഫേവറബിൾ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? സോ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർക്ക് പറ്റുന്ന നമ്മള് മാർഷി ഏരിയ അല്ലെങ്കിൽ ഇങ്ങനെ അതേപോലെ ഈ വെറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് കൂടുതലായിട്ട് ഈ ഒരു സ്പോസും കാര്യങ്ങളൊക്കെ കാണുക. സോ അങ്ങനെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അവർ ഡെവലപ്പ് ചെയ്തിട്ട് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറും. ഇതാണ് സ്പോർ ഫോർമേഷൻ ഇൻ ഫംഗസ്. ദെൻ അടുത്തത് ബഡ്ഡിങ് ഇൻ ഹൈഡ്ര. ഹൈഡ്ര എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഒരു ആനിമൽ ആണ്. സോ ഈ ഒരു ആനിമലിൽ മെയിൻലി ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് ഇതിന്റെ പാരന്റ് ബോഡി. ഈ ഹൈഡ്ര എന്ന് പറയുന്നത് പാരന്റ് ബോഡി. ഇതിന്റെ അടുത്തായിട്ട് ചെറിയൊരു ബഡ് ഫോം ചെയ്യും, ചെറുത്, അതിന്റെ പാരന്റിൽ നിന്നും ചെറിയൊരു ബഡ് ഫോം ചെയ്യും. സോ ഈ ഒരു ബഡ് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് അതിനൊരു ഫേവറബിൾ കണ്ടീഷൻ വന്നാൽ, അതിന് ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബഡ് ഈ പാരന്റ് ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ആവും, അതായത് അതിൽ നിന്നും സെപ്പറേറ്റ് ആവും. എന്നിട്ട് ഈ ഒരു ബഡ് എന്തായി മാറും, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഒരു സെപ്പറേറ്റ് ആയിട്ട് അതെന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. ഇതാണ് എന്ത്, ബഡ്ഡിങ് ഇൻ ഹൈഡ്ര.